നമ്മൾ മൈസൂർ പാലസിൻ്റെ ഏതൊരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത വേറൊന്നല്ല, മഹാരാജാവ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലം കൂടിയാണത്. അങ്ങനെ കുറേ കാലം ചിത്രങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന മൈസൂർ പാലസ് നമ്മുടെ തൊട്ട് മുന്നിൽ. റോയൽ പാലസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എന്തായാലും ചിത്രപ്പണികൾ, എന്തായാലും അലങ്കാരം. വെറുതെ അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവാന്. ഇതെന്താണെന്ന് മനസ്സിലായോ? ദസറയ്ക്ക് കൊണ്ടുപോകുന്ന വിഗ്രഹമാണെന്ന് തോന്നുന്നത്. ടിക്കറ്റ് എടുത്ത് പാലസിൻ്റെ അകത്തേക്ക് കയറി. അതാണ് പാലസ്. എൻട്രി ഗേറ്റ് അതാണ് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. അങ്ങോട്ട് പോവാം. ഇവിടുന്ന് എങ്ങനെ പോകണം, ഏത് വഴി കൂടെ പോകണം, ആദ്യം ഏത് കാണണം, അതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇന്നലെ കുറേ വിചാരിച്ചായിരുന്നു ഈ മൈസൂർ പാലസിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണം എന്നൊക്കെ. ഒരു സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചപ്പലൊക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നിത്യേന വേണം അങ്ങോട്ട് നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ ടൈലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? പഴയ കാലത്തുള്ള ടൈലുകളാണെന്ന് തോന്നുന്നതൊക്കെ. അങ്ങനെ പാലസിൻ്റെ ഉൾവശത്തേക്ക് അങ്ങോട്ട് കടന്നു. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെളുത്തിട്ടുള്ള കുറച്ച് ശില്പങ്ങൾ കണ്ടോ? ഇതൊക്കെ മിക്കവാറും ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ളതായിരിക്കും. അതുമാത്രമല്ല, തൊട്ടപ്പുറത്ത് മൈസൂർ പാലസ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ദസറയ്ക്ക് കൊണ്ടുപോകുന്ന വിഗ്രഹമാണെന്ന് തോന്നുന്നത്. പഴയ കാലത്ത് ഒരുപാട് പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്നതിൻ്റെ. ഇതൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് പ്രിൻ്റ് ചെയ്ത പോലെ ഉണ്ട്. എന്നാ ഫിനിഷിങ്ങോ! റോയൽ ഹോഴ്സസ്. ക്യൂൻ അലക്സാണ്ട്ര. അതായത് രാജഭരണകാലത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഇൻവിറ്റേഷനും അതുപോലെ മൊമെൻറ്റോസും അങ്ങനെ എന്തൊക്കെ സമ്മാനങ്ങളായിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ. ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള ടൈലുകളോ ഫുള്ള് കേട്ടോ. ടൈൽസിനൊക്കെ നല്ലൊരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. പഴയ കാലഘട്ടത്തിലെ ആ ടൈലുകൾ, കുഞ്ഞു കുഞ്ഞിയ ടൈല്, ഫുള്ള് ഡിസൈനാണോ. അതിൻ്റെ റൂഫാണെങ്കിലോ പറയാനുണ്ട്, അടിപൊളി. അതിൻ്റെ ഉള്ളൊരു ലൈറ്റ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം എന്ന പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണത്. അങ്ങോട്ടുള്ള എൻട്രൻസിനെ രണ്ട് പുലികൾ നിൽക്കുന്നത് അതായിട്ടാണ്. ലിഫ്റ്റിംഗ് അന്ധകാലത്തും കൊട്ടാരത്തിൽ ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലേ. കൊള്ളാം. ഗ്ലാസ് കൊണ്ടുള്ള കണ്ണാടികൾ, സിൽവർ ചെയർ, ആനക്കൊമ്പ് വിരിച്ചിട്ടുള്ളൊരു സംഭവം.
കുറച്ച് ഫോറിൻ പീപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഒരു അണ്ണ ഇംഗ്ലീഷിൽ അങ്ങോട്ട് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ കുറിച്ചിട്ട് കുറേ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ച കൃഷ്ണരാജ വടിയാർ എന്ന് പറഞ്ഞ മഹാരാജാവാണ് ഇരിക്കുന്നത്. ക്ലാസ് ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പമാണ്. അതിൻ്റെ പിന്നിലായിട്ട് ഒരു വടൻ്റെ ചിത്രം കാണാം. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ക്ലോക്ക് ഉണ്ട്, ഒരു പെൻഡുലം ക്ലോക്ക്. ഇത് വിക്ടോറിയ രാജ്ഞി സമ്മാനിച്ചതാണെന്നാണ് പറയുന്നത്. എന്നെ ഒരു സംഭവമല്ല, എത്ര തൂണുകളാണ്, എത്ര ചിത്രപണികളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോണ്ടല്ലോ, ഇവിടുത്തെ മുകളിലത്തെ സീലിംഗ് കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഫുൾ ചിത്രപണികൾ. ഇവിടെ അത്യാവശ്യം ചിത്രകലാകാരന്മാരുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. സീലിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ അല്ല ഇവിടെ ഇത്ര ചിത്രപ്പണി. ഇതാണ് മഹാരാജാവിൻ്റെ ദർബാർ ഹാള്. ഇവിടെ വെച്ചിട്ടാണ് മഹാരാജാവ് എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട് പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത്. മിക്കവാറും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ടായിരിക്കും പ്രജകൾക്ക് വേണ്ടിയിട്ട് അഭിസംബോധന ചെയ്യുന്നത്. വിശിഷ്ട അതിഥികൾ വന്നിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ, അതായത് മഹാരാജാവ് സാധാരണക്കാരനെ അഭിസംബോധന ചെയ്യുമ്പോൾ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെ. കുറച്ച് ദേവിമാരുടെ ചിത്രങ്ങളാണ്. അതിൻ്റെ ബോർഡറായിട്ട് കാണുന്ന മരം ഉണ്ടല്ലോ, അത് രക്തചന്ദനാണെന്നാണ് പറയുന്നത്. റോയൽ പാലസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. എന്തായാലും ചിത്രപ്പണികൾ, എന്തായാലും അലങ്കാരം. വെറുതെ അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവാൻ കുറേ കാലം. ഇവിടെ റോയൽ ഹൗസസ് ഓഫ് മൈസൂർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താ സംഭവം, അവർ താമസിച്ചിരുന്ന വീടാണ് ഇനി. ശരിയാണ് കേട്ടോ, അവർ താമസിച്ചിരുന്ന തന്നെയായിരിക്കും. തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, ലക്ഷ്മി രമണ സ്വാമി ടെമ്പിൾ. പാലസം കണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇനി ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ, ആയിടണം. ഇവിടെ വേറൊരു അമ്പലം കൂടെ ഉണ്ട്, ശ്രീ ശ്വേത വരാഹസ്വാമി ടെമ്പിൾ. എല്ലാ അമ്പലത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വലിയൊരു ഗോപുരം ഉണ്ടാവും കേട്ടോ. ഇനി ഈ വഴി അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ പാലസിൻ്റെ ആ ഒരു സൈഡിലേക്കാണ്. ഇത് പാലസിൻ്റെ ഫ്രണ്ട് സൈഡാണോ ഏത് സൈഡാണെന്ന് അറിയില്ല. എന്തായാലും അതാണ് മറ്റേ മഹാരാജാവിൻ്റെ ദർബാർ ഹാള്. ഐ മീൻ മഹാരാജാവ് പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലം. നല്ല വെയിലായിപ്പോയി. ഈവനിങ് സമയത്ത് വന്നാൽ മതിയായിരുന്നോ എന്ന് തോന്നുന്നു. ഈവനിങ് സമയത്താണെങ്കിൽ നല്ല കുറച്ചും കൂടി സുഖമായിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലം ചിത്രങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന മൈസൂർ പാലസ് നമ്മുടെ തൊട്ട് മുന്നിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ഫോട്ടോകളിലും കാണുമ്പോൾ മൈസൂർ പാലസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഫോട്ടോ ആയിരിക്കും മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കുക. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മഹാരാജാവ് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് അഭിസംബോധന ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നല്ല മനോഹരമാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ആളുകൾക്ക് വന്നിട്ട് മഹാരാജാവിനെ കാണാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ മൈസൂർ പാലസിൻ്റെ ഏതൊരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത വേറെ ഒന്നല്ല, മഹാരാജാവ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലം കൂടിയാണത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് വന്നിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നല്ല വിശാലമായ ഒരു സ്ഥലമാണ്. അവിടെ VIP-കൾക്ക് വന്നിട്ട് ഇരിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലം കൂടിയുണ്ട്. അതേപോലെ തന്നെ അവിടെ സെക്യൂരിറ്റിക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലം കൂടിയുണ്ട്. പിന്നെ വനിതകൾക്ക് നിൽക്കാനുള്ള സ്ഥലം കൂടി ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ട്. ആധാർ